ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് മിനി വ്ലോഗാണ്. ഡേ ഔട്ട് വിത്ത് മോമ്മി. അപ്പോൾ ഞാനും മമ്മിയും കൂടെ രാജഗിരി ഹോസ്പിറ്റലിലാട്ടോ പോകുന്നത്. ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ലാബിൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. മമ്മീൻ്റെ കണ്ണിൻ്റെ അടിയിൽ വൈറ്റ് പാച്ചസ് പോലെ വന്നേക്കുന്ന കാരണം ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചാട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ 12:30 അപ്പോയിൻമെൻ്റ് ആണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ട്. വീടൊക്കെ ലോക്കാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നടക്കാനായിട്ടുണ്ട്. പിന്നെ മമ്മി എന്ന് വെച്ചാൽ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്ത് കാര്യം കേൾക്കാനും ഒരു മടിയും കൂടാതെ എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കുന്ന ഒരാളാട്ടോ. ഒന്നിന് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടാവും. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പേഷ്യൻസിൻ്റെ കാര്യം, റിപ്പോർട്ടിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും മമ്മിയോട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു മടിയിലാട്ടോ. മമ്മിയാണെങ്കിൽ കേട്ടിരിക്കാനും ഒരു മടിയും കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനും മമ്മിയും തമ്മിലൊരു ബോണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബോണ്ടാണ്. പിന്നെ ഞാനും മമ്മി ഏകദേശം ഒരേ ക്യാരക്ടർ പെട്ടവരില്ലാട്ടോ. ഒന്ന് എനിക്ക് സങ്കടം വന്നൊരു ക്യാരക്ടറാണ് പെട്ടെന്ന്, മമ്മി അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാനും മമ്മി ഏകദേശം എല്ലാം കൊണ്ടും ഒരുപോലെയുള്ള ആൾക്കാരാണ്. പിന്നെ പുറത്ത് പോയ മമ്മി കുടയില്ലാണ്ട് പുറത്തിറങ്ങത്തില്ല കേട്ടോ. കാരണം കുട മമ്മിക്ക് മസ്റ്റാണ്. പക്ഷേ ആദ്യമൊക്കെ ഇഷ്ടക്കുറവ് പറഞ്ഞെങ്കിലും കുട എടുത്ത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി വീഡിയോ എടുക്കും. മമ്മീനോട് പറയും, മമ്മി ഇടയ്ക്ക് എൻ്റെ ഫോണിലേക്ക് നോക്കും, മമ്മി ഇടയ്ക്ക് മമ്മി നോക്കി ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോയിൽ നോക്കി ചിരിച്ച് തരുന്നൊക്കെ ഉണ്ട്. പന്ത്രണ്ടര അപ്പോയിൻമെൻ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ലേറ്റ് ആവും എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അവിടെ ഞങ്ങൾ എത്താറായപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ടാവും എന്തായാലും. ഇന്ന് യൂറോ ഓൺകോളജിയുടെ ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജിത്തു ജോസഫ് ആയിരുന്നു അതിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി വരുന്നത്. അപ്പോൾ സാറ് അവിടെ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാനും മമ്മിയും കൂടെ പെട്ടെന്ന് നടന്നു പോവാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് 11 മണിക്കായിരുന്നു ഇനാഗ്രേഷൻ. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നിട്ട് വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു. പിന്നെ അടുത്ത് തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു, അവിടെ കയറി ഞങ്ങൾ കോഫിയും കുടിച്ചു. പിന്നെ ഞങ്ങളുടെ കസിൻ ബ്രദർ ഞങ്ങളോട് വെച്ച് മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ആൾ പുറത്താണ്. പുറത്ത് പോയിട്ട് വന്നതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ വീടെത്താറായി ഞങ്ങൾ. അപ്പോൾ ചെറിയ സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചൊരു ചെടി കണ്ടു മമ്മിക്ക് ചെടി വേണമെന്ന് പറഞ്ഞ് മമ്മി ചെടി ഒടിച്ചെടുക്കുകയാണ് അവിടെ നിന്ന്. ഓൾറെഡി അത് ആരും ഒടിച്ചിട്ടേക്കുന്ന ചെടിയാണ്, അടുത്തിന് കൊമ്പ് ഒടിച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.